മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ, എൻ്റെ വൈഫ്, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അത് അപ്പോഴും തോന്നിയതാണ്. പ്രഷർ കൂടുതൽ കയറിയപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ്. പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല, ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം, ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അവൾ അവിടെ ഹാപ്പിയാണ്, എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവള് ഹാപ്പിയാണെങ്കിൽ പിന്നെന്താ, എവിടെയായിരുന്നാലും ഒരു 3 വർഷം എൻ്റെ പാതിയായിരുന്നില്ലേ. ഞാൻ തളരില്ല. പിന്നെ അവളുടെയും അവളുടെ കാമുകൻ്റെയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് വേണ്ട, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ ഓക്കെ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി, സങ്കടം തോന്നി. എത്ര നിസ്സഹായനായിട്ടാണ് ഈ ഒരു ഭർത്താവ് തൻ്റെ ജീവിതം പങ്കുവെക്കുന്നത്. സ്വന്തം ഭാര്യ ഇഷ്ടപ്പെട്ട കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അതിന് പോരാടി നോക്കി. പക്ഷെ നിസ്സഹായനായിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും പുരുഷന്മാരത് പറയുന്നില്ല. ഇങ്ങനെ പോയ ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്നറിയോ? അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാദ്യം. അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് ഇല്ല, ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി. മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ, എൻ്റെ വൈഫ്, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അത് അപ്പോഴും തോന്നിയതാണ്. പ്രഷർ കൂടുതൽ കയറിയപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ്. വെയിനൊന്ന് കട്ട് ചെയ്തു. അത് തെറ്റായിപ്പോയി. മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല, ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം, ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അവൾ അവിടെ ഹാപ്പിയാണ്, എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവള് ഹാപ്പിയാണെങ്കിൽ പിന്നെന്താ, എവിടെയായിരുന്നാലും ഒരു 3 വർഷം എൻ്റെ പാതിയായിരുന്നില്ലേ. സന്തോഷത്തോടു കൂടി ഇരുന്നുള്ളൂ. പക്ഷെ ഞാൻ തളരില്ല. പിന്നെ അവളുടെയും അവളുടെ കാമുകൻ്റെയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് വേണ്ട, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ ഓക്കെ. ഇങ്ങനെ പോയ ആളുകൾക്ക് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവലില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭാഗത്ത് ഒരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തം ഉണ്ടായിട്ട് എല്ലാവരും പറഞ്ഞു 2 സ്ത്രീകളാണ് വെന്തു മരിച്ചത് എന്നുള്ളത്. അപ്പോൾ ഒരു ഉച്ചയുടെ സമയത്താണ് സംഭവം ഉണ്ടായത്. പൊടുന്നനെ ഒരു ചെറിയൊരു ഓഫീസ് മുറിയാണ്. ആ ഓഫീസ് മുറിയിൽ ഒരു ബോംബ് ഇട്ടതുപോലെ ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടായി. അങ്ങനെ ആളുകൾ മുഴുവനും ഓടിക്കൂടി വളരെ ശ്രമകരമായിട്ട് തീ അണച്ചു കഴിഞ്ഞപ്പോഴാണ് കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ പോലും ആകാത്ത 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ അവിടേക്ക് പോരാണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു യുവതിയുണ്ട്. 2 കുട്ടികളുടെ അമ്മയാണ്. ഭർത്താവിനെ കുറേ വർഷങ്ങൾക്ക് മുൻപ്, ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെ അവർ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ അവർ ജീവിക്കുന്ന അവരുടേതാണ് ആ ഒരു കത്തിക്കരിഞ്ഞ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹം എന്ന് മനസ്സിലായി. പക്ഷേ രണ്ടാമത്തേത് ആരാണ്? ഓഫീസിലേക്ക് വന്നൊരു ഇൻഷുറൻസ് ഓഫീസാണ്. ഓഫീസിലേക്ക് വന്നൊരു പെണ്ണാണോ? അന്വേഷണം തുടങ്ങി. ഒടുവിൽ ആ പെൺകുട്ടിയുടെ സഹോദരൻ വന്നു അവിടെ. ആ യുവതിയുടെ സഹോദരൻ അവർ പറഞ്ഞ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് മുൻപ് സഹോദരി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഒരു പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്നത് ഒരു കാമുകൻ്റെ കൂടെയാണ്. നിയമപരമായിട്ട് വിവാഹം കഴിക്കാതെ ഇഷ്ടപ്പെട്ട ഒരു കാമുകൻ്റെ കൂടെ കഴിയായിരുന്നു. ആ കഴിയുന്നതിനിടക്ക് പലപ്പോഴും അയാളുടെ സ്വഭാവം വളരെ മോശമാണ്. ഭർത്താവിനേക്കാൾ മോശമാണ് ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയ കാമുകൻ്റെ സ്വഭാവം. അങ്ങനെ 6 മാസം മുൻപ് അയാളുമായുള്ള പരിപാടിയൊക്കെ നിർത്തി. ഇനി അയാളോട് വരണ്ട, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ വിടുന്നില്ല. അങ്ങനെ ഇവള് പോലീസിൽ പരാതി കൊടുത്തു, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പോലീസ് ഒന്ന് വിളിപ്പിച്ചു, ഒക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരം കുടുംബ പ്രശ്നങ്ങളൊക്കെ പോലീസിന് ചില പരിമിതികളുണ്ട്. കാരണം കേസ് കൊടുത്തിട്ട് അവിടെ നിൽക്കും, പിന്നീട് ഇവരൊന്നാവും, പോലീസ് വടിയാവും. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ യുവതിക്ക് ഇയാൾ
വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞതിൽ നിന്ന് ഈ യുവതിക്ക് മനസ്സിലായി എന്തോ ദുരന്തം സംഭവിക്കാനുണ്ട്, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവാണ്. സഹോദരനെ വിളിച്ച് പറഞ്ഞു, എടാ അയാളും കൊണ്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തീരെ മനസ്സമാധാനമില്ല. ആ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഓഫീസിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായതത്രേ. ഈ പൊട്ടിത്തെറി ഉണ്ടായതോടു കൂടിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതം മുഴുവനും ഇല്ലാതെയായി. അങ്ങനെ രണ്ടുപേരും കത്തിക്കരയുന്ന നിലയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ എന്താണ് സംഭവം? ഇയാൾ ഈ കത്തിക്കാവുന്ന ഒന്നുകിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ, കത്തിയൊക്കെ ആയിട്ടാണ് വന്നില്ല. കത്തിയൊക്കെ പിന്നീട് കണ്ടെടുത്തു. കത്തിയെടുത്ത് ഈ യുവതിയെ ക്രൂരമായി കുത്തിയിട്ട് ആ ഓഫീസിനെ അടക്കം തീയിട്ട് നശിപ്പിച്ചതാണ്. ആ ഓഫീസിനെ തീയിട്ട് നശിപ്പിച്ചു. ആ രണ്ടുപേരും കത്തിക്കരിഞ്ഞ് ഈ ഒരു എന്താ പറയുക, ഈ കാമുകനായ ആളെ ഒട്ടും തിരിച്ചറിയാൻ പറ്റില്ല. DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. ആ രീതിയിലേക്കായി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഏത് രീതിയിലേക്കാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലൊരു കാമുകൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ, ആ കാമുകൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ജീവിതം ഏത് രീതിയിലാണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. പോയാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഞാൻ പറഞ്ഞ യുവാവിൻ്റെ അവസ്ഥയും ഏകദേശം ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന മെയിൻ എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലും കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. എൻ്റെ നാടിനടുത്ത് ഇന്ന് നടന്ന കാഞ്ഞിരമുക്കിൽ, പൊന്നാനിയിലെ കാഞ്ഞിരമുക്കിൽ നടന്നൊരു സംഭവമാണ്. രാത്രി 1-2 മണിക്കാണ് പൊടുന്നനെ വീട്ടിൽ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെ വീട്ടിൽ ഉഗ്രശബ്ദം, ആകെ തീപിടുത്തം. വന്ന് നോക്കി എന്താണെന്ന് അറിയുന്നില്ല. കിടപ്പുമുറിയിലാണ്. ആ കിടപ്പുമുറിയിൽ ഒരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ മകളുണ്ട്, മകനുണ്ട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ ആളുകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു തീപിടുത്തം നടന്നത്. ഉടനെ എല്ലാം കത്തിക്കരിഞ്ഞു. ആ പിതാവും അതേപോലെ മാതാവും അവരുടെ എന്താ പറയുക, ഭാര്യ, ഭർത്താവ്, മാതാവ്, ഇവരൊക്കെയാണ് എന്ത് ചെയ്തത്? തീപിടുത്തത്തിൽ ഇല്ലാതായത്. ആ 22ഉം 20ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട് പൊള്ളലേറ്റപ്പോൾ ഇയാൾ ഭർത്താവ് മനഃപൂർവ്വം പെട്രോൾ ഒഴിച്ചിട്ട് ആ വീട്ടിന് തീ കൊടുത്തതാണ്. ആ വീട്ടിന് തീ കൊടുത്തു. മുഴുവൻ ആളിക്കത്തി ആ വീടിൻ്റെ സർവ്വഭാഗങ്ങളും കട്ടിലും. ഒരു സാധാരണ കുടുംബം, പപ്പടമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവർ. ഇതിൻ്റെ മൂല കാരണവും ചെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കുടുംബ പ്രശ്നങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നുള്ളതാണ് ഓരോ ദിവസത്തെ റിപ്പോർട്ടിന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ഇപ്പോൾ കുന്നംകുളം ഭാഗത്ത് ഒരു യുവതിയും കുഞ്ഞും കൂടി കിണറ്റിൽ ചാടിയിട്ട് രണ്ടുപേരും ജീവൻ പോയി. അവിടെയും പ്രശ്നം കുടുംബ പ്രശ്നങ്ങളാണ്. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നം ഒഴിവായിട്ട് മറ്റൊന്നിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം പങ്കാളിയെ വഞ്ചിച്ചു പോകുന്ന ഒരാൾക്ക് മനസ്സമാധാനവും സന്തോഷവും കിട്ടില്ല. ഇനി ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നിടത്തും തന്നെ അത് കിട്ടാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ഒന്ന്, അവനവൻ്റെ കുടുംബത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ അവനവൻ തന്നെ ശ്രമിക്കണം. ഇത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല സന്തോഷങ്ങൾ എന്നുള്ളത്. ഇത് മുഴുവൻ കുടുംബത്തെപ്പോഴും ഒന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദിയില്ല, 2 അസംതൃപ്തിയാണ്. അവനവൻ്റെ ലൈഫിൽ സംതൃപ്തിയില്ല, മറ്റവൻ്റെ ലൈഫ് നോക്കുകയാണ് അതേപോലെ ആവാൻ. അപ്പോൾ ആ ഒരു എൻ്റെ നാടിനടുത്ത സംഭവത്തിൽ ഒരു 3 പേരാണ് മരണപ്പെട്ടത്. ഭാര്യയും ഭർത്താവും മാതാവും മരണപ്പെട്ടു. 2 മക്കൾ അനാഥരായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2 മക്കൾ, ആ കത്തിക്കരിഞ്ഞൊരു വീട്, അവരിനി ആരോട് പറയാനാണ്? ആ നാട്ടുകാരെ വിറങ്ങലിച്ച് നിൽക്കാൻ ഇത്തരമൊരു സംഭവത്തിൻ്റെ മുൻപിൽ. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭർത്താവിനൊക്കെ ഒഴിവാക്കി കാമുകൻ്റെ കൂടെയൊക്കെ ജീവിച്ചു എന്ന് പറയണത്, അവർക്ക് എന്ത് മനസ്സമാധാനം ഇപ്പം കിട്ടിയത്? നാട്ടുകാർക്ക് മുൻപിൽ കത്തിക്കരിഞ്ഞ വെറും ഒരു കരിക്കട്ടയായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, അല്ലാതെ പുറത്തുനിന്ന് വരില്ല. നിങ്ങളുടെയൊക്കെ ലൈഫിൽ സന്തോഷങ്ങളില്ലേ? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ലൈഫിൽ സന്തോഷങ്ങളില്ലെങ്കിൽ നമുക്ക് ചില പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അവനവൻ്റെ ലൈഫിൽ സന്തോഷം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ചില മാർഗ്ഗങ്ങൾ പറയാണ്. താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുള്ള എന്ത് വന്നാലും ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂട്ടത്തോടെ ഇല്ലാതെയാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവാൻ പോണില്ല. ഇപ്പോൾ സ്വന്തം ഭാര്യനെയും മാതാവിനെയും മക്കളിനെയൊക്കെ തീ കൊടുത്ത് കൊന്നിട്ട് ആ മനുഷ്യർക്ക് എന്ത് സ്വർഗ്ഗം ലഭിക്കുക, എന്ത് ആത്മശാന്തിയാണ് ലഭിക്കുക, എന്ത് നിത്യശാന്തിയാണ് അവർക്ക് ലഭിക്കാനുള്ളത്? ഒന്നുമില്ല. വരുന്നവരും പോകുന്നവരും കണ്ണീരോട് കൂടിയൊരു വാക്ക്. അപ്പോഴും അത് കൊലപാതകമല്ലേ?
സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കുന്നു, മക്കളെ ഇല്ലാതാക്കുന്നു, മാതാവിനെ ഇല്ലാതാക്കുന്നു. ഇതിനൊരു ന്യായമില്ല. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വന്തം കുഞ്ഞിനായിട്ട് കിണറ്റിൽ ചാടിയിട്ട് ജീവൻ ഒടുക്കിയ ഒരു പെണ്ണിനെ കുറിച്ച് നമുക്ക് കൊലപാതകീന്നേ പറയാൻ പറ്റുള്ളൂ. സ്വന്തം ഭാര്യയെ കൊന്ന് അവനവൻ്റെ ജീവനും തീർത്ത് നടക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് കൊലപാതകീന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവനവൻ്റെ ദാമ്പത്യ ലൈഫിൽ സന്തോഷങ്ങളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ നമുക്ക് അടുത്തൊരു ദിവസം ആ സന്തോഷങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനിടയിൽ സന്തോഷം കണ്ടെത്താനുള്ള ചില മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇൻഷാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.